ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളെല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. മോർണിംഗ് വോയിസിലൂടെ ഒരു പുതിയ പഠനം തിമോത്തിയോസിൻ്റെ ലേഖനത്തെ ആസ്പദമാക്കി ചെയ്യാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-2 ലേഖനങ്ങളെ ആസ്പദമാക്കിയാണ്. വിശദമായ ഒരു പഠനമല്ലെങ്കിലും വിശ്വാസികൾക്കും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ആത്മീയമായ ഉത്സാഹവും ഉണർവും ആത്മീയമായ ചില സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കേണ്ടതിനുമായിട്ടുള്ള ഒരു പഠനമായിട്ട് മാത്രം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. 1-2 വാക്യങ്ങൾ നിങ്ങളിന്ന് വായിച്ച് കൽപ്പിക്കുന്നു. 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നുമായി കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. പുതിയ നിയമത്തിലെ ഏതാണ്ട് 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളുടെ ഗ്രന്ഥകർത്താവ് അപ്പോസ്തലനായ പൗലോസാണ്. ദൈവസഭയെ ഉപദ്രവിച്ച് മുടിക്കുവാനായി മഹാപുരുഷനോട് അധികാരപത്രവുമായി ഇറങ്ങി പുറപ്പെട്ട ഒരുവൻ കർത്താവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരപത്രത്തെ അവഗണിക്കുകയും വലിച്ചെറിയുകയും തികഞ്ഞ ഒരു ക്രിസ്തു ഭക്തനായി തീരുകയും ചെയ്തു. അതുമാത്രമല്ല, ദൈവസഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തുവാൻ ഉപോത്ബലകമായ നിരവധി ലേഖനങ്ങൾ തൻ്റെ തൂലികയിൽ നിന്നും പുറത്തു വന്നു. അത് നാം വളരെ നന്ദിയോടെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പൗലൂസിൻ്റെ ലേഖനങ്ങൾ എക്കാലത്തും അമൂല്യ നിധിയാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ എൻ്റെ ശ്രോതാക്കൾക്ക് അറിയാവുന്നതാണ്. അനാദ്യനായി ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമായ ദൈവസഭയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ആളത്വ മഹിമയെക്കുറിച്ചും സഭയുടെ ഉൽപ്രാപണം, വിശുദ്ധന്മാരുടെ രൂപാന്തരം, തേജസ്കരണം മുതലായ അഗാധമായ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കുന്നത് പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ നിന്നുമാണ്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ പൗലൂസിൻ്റെ ലേഖനങ്ങളെ പറ്റി വളരെ പ്രശംസനീയമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ് നമുക്ക് വായിച്ച് കേൾക്കേണ്ടത്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്തരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. വളരെ ഗൗരവമായ നിലയിലാണ് അപ്പോസ്തലനായ പത്രോസ് പൗലൂസിനെ കുറിച്ച് പ്രശംസയായിട്ട് പറയുന്നത്. അപ്പോസ്തലനായ പൗലൂസിലെ ലേഖനങ്ങളെ പൊതുവായിട്ട് നാം പഠിക്കുമ്പോൾ രണ്ടായിട്ടാണല്ലോ തിരിച്ചു പഠിക്കുന്നത്. ഒന്ന്, പ്രാദേശിക സഭകളെക്കുറിച്ച് ഉദ്ദേശിച്ചുള്ള ചില ലേഖനങ്ങൾ, അതായത്
നമുക്കത് പുറകാലെ ഓർപ്പിക്കാവുന്നതാണ്. 2 വ്യക്തികളെ കുറിച്ചാണ്. അത് 1ഉം 2ഉം തിമോത്തിയോസും തീത്തോസ് എന്നീ 3 ലേഖനങ്ങളെ അത്രേ ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കാറുള്ളൂ. അത് പേഴ്സണൽ കത്തുകളാണ്. അതുകൊണ്ട് ദൈവസഭയുടെ ഭരണ സംവിധാനത്തെ പറ്റിയും സഭാ ശുശ്രൂഷകന്മാരുടെ ചുമതലയെപ്പറ്റിയും ഈ ലേഖനങ്ങൾ അതിൻ്റെ അകത്ത് വിശദീകരിക്കുകയാണ്. ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുമല്ലോ. ഗ്രന്ഥകാരനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ആന്തരികവും ബാഹ്യവുമായ എല്ലാ തെളിവുകളും ഇടയലേഖനങ്ങളുടെ ഗ്രന്ഥകർത്താവായ അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതായ പൗലോസിൻ്റെ ധാരാളം എഴുത്തുകളെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എഴുതിയ സ്ഥലവും കാലവുമാണ്. ഇടയലേഖനങ്ങൾ എഴുതിയ കാലത്തെപ്പറ്റിയും സ്ഥലത്തെപ്പറ്റിയും സംശയമില്ലാതെ ഒരു പൂർണ്ണ നിഗമനത്തിൽ എത്തുക എന്നത് പലതുകൊണ്ടും പ്രയാസമാണ്. വേദവിദ്യാർത്ഥികളുടെ ഇടയിൽ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും തിമോത്തിയോസിൻ്റെ 1ാം ലേഖനവും തീത്തോസിൻ ലേഖനവും AD 61-നും 67-നും ഇടയ്ക്ക് മക്കദോനിയയിൽ വെച്ച് എഴുതപ്പെട്ടെന്ന് അത് നമ്മൾ മനസ്സിലാക്കുന്നു. 2ാമത്തെ ലേഖനമാകട്ടെ AD 68-ൽ റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയ ശേഷം പൗലൂസ് രക്തസാക്ഷിയായി തീർന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് വേഗത്തിൽ ഓർപ്പിക്കാം. ക്രിസ്തീയ സഭയിൽ പ്രാരംഭം മുതലേ ദുരുപദേഷ്ടാക്കന്മാരെ നുഴഞ്ഞു കയറുവാൻ തുടങ്ങി. ഉപദേശ പിശകുകളെ ചെറുത്ത് സത്യവിശ്വാസത്തിൽ സഭയെ ഉറപ്പിക്കേണ്ടതിന് അത്യാവശ്യമായി വന്നു. അതുകൊണ്ട് ഭാഷാണ്ട ഉപദേശങ്ങളിൽ നിന്ന് അക്കാലത്ത് നിലവിൽ വന്ന ലോക സൃഷ്ടിയെപ്പറ്റി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര വിവരണത്തെ നിഷേധിച്ച് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായി. അതുകൊണ്ട് വേദഗ്രന്ഥത്തിലെ ചരിത്ര വിവരണത്തെക്കാൾ പൗരാണിക കഥകൾക്കാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകിയിരുന്നത്. 2, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ നിഷേധിച്ച് നന്മയുടെ ഉറവിടമായ ദൈവം തിന്മയുടെ ഉറവിടമായ ശരീരത്തിൽ വെളിപ്പെടും എന്നത് അനേർക്കും ദുർഗ്രഹമായി തോന്നി. 3, മോക്ഷപ്രാപ്തിക്കായി ശരീരത്തെ ദണ്ഡിപ്പിക്കുക, ശരീര വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിഗ്രഹിക്കുക, വൈവാഹിക ജീവിതം, ശാരീരിക പരിപോഷണത്തിന് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ എന്നിവ വർജിക്കുക എന്നീ ഉപദേശങ്ങൾ പ്രചരിച്ചു. ക്രിസ്തുവിൽ കൂടി ന്യായപ്രമാണത്തിലെ ആചാരങ്ങൾ നീക്കപ്പെട്ടു എന്ന് വിശ്വസിപ്പാൻ പലർക്കും കഴിഞ്ഞില്ല. ഒരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞാലും യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾ അനുസ്യൂതം തുടരണമെന്ന് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവർ അക്കാലത്തുണ്ടായിരുന്നു. 5, ശരീരത്തിൻ്റെ പുനരുത്ഥാനവും നിഷേധിച്ചിരുന്നവർ ധാരാളമുണ്ട്. 2 തിമോത്തി 2:18 നമുക്ക് കാണാൻ കഴിയും. 6, ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളും തർക്കസൂത്രങ്ങളും സ്വീകരിച്ചിരുന്നു. ഈ ലേഖനത്തിലുണ്ട്. സാവകാശം ലഭിച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 7, ദൈവഭക്തി ആദായസൂത്രമായി കരുതി ആദായം പ്രതീക്ഷിച്ച് അരുതാത്തത് ഉപദേശിച്ചു. 1 തിമോത്തി 6:5, തീത്തോസ് 1:11 വായിക്കുമ്പോൾ അത് മനസ്സിലാകും. മേൽപ്പറയപ്പെട്ട ദുരുപദേശങ്ങളെല്ലാം എഴുത്തുകാരൻ ശക്തമായ ഭാഷയിൽ ഖണ്ഡിച്ചിരിക്കുന്നത് കാണാം. ഇവയെത്ര ഇടയലേഖനങ്ങൾ എഴുതുവാനുണ്ടായ പശ്ചാത്തലം ഉദ്ദേശത്തും കൂടെ വേഗം ഓർപ്പിക്കാം. 1 തിമോത്തി 3:15 സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്ന് കാണുന്നു. ഇടയലേഖനങ്ങൾ 3ൻ്റെയും ഉദ്ദേശം ഇതുതന്നെയായിരുന്നു. ദൈവസഭയിലെ അച്ചടക്ക നടപടി, ഭരണ സംവിധാനം, സഭാ ശുശ്രൂഷന്മാരുടെ ഉത്തരവാദിത്വം എന്നിവയെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ എഴുത്തുകാരൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തിമോത്തിയോസിൻ്റെ 1ാം ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഒരേ വിഷയം ഒന്നിലധികം പേർക്ക് എഴുതുന്നത് ആശയങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനും അംഗീകാരം ലഭിക്കുന്നതിനും സഹായമാണ്. ഒരുപക്ഷെ ആദ്യം എഴുതിയ ലേഖനത്തിന് ലഭിച്ച അംഗീകാരം ആ വിഷയം തന്നെ മറ്റൊരു ശുശ്രൂഷന് വീണ്ടും എഴുതുവാൻ മുഖാന്തരമായി ഭവിച്ചു എന്നതും നാം കരുതേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും തുടർന്നുള്ള ദിവസങ്ങളിൻ്റെ തുടർ പഠനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ടോ പാസേജുകളായിട്ടോ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ രാവിലെ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ മാന്യ ശ്രോതാക്കൾ അത് തുടർന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാലും ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ.